റഷ്യയും ഇന്ത്യയും തമ്മിൽ പ്രതിരോധ രംഗത്തെ സഹകരണത്തിനുള്ള സുപ്രധാനമായ കരാറുകളിൽ ഒപ്പുവെച്ചു. ഗോവയിൽ ബ്രിക്സ് രാജ്യാന്തര ഉച്ചകോടിക്ക് മുന്നോടിയായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഗോവയിൽ എത്തിയിട്ടുണ്ട്. ഗോവയിലെത്തിയ രാഷ്ട്രതലവന്മാർക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ഇന്ത്യ നൽകിയത്. തീവ്രവാദത്തിനെതിരെ ഒരുമിച്ച് പോരാടാൻ ബ്രിക്സ് രാഷ്ട്രങ്ങൾ തീരുമാനം എടുക്കും. സന്തോഷ് സർലിംഗ് വിവരങ്ങൾ നൽകും. സന്തോഷ്, ഈ കരാറിൽ പ്രധാനമായും എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? അരുൺ, ഇന്ത്യ ചൈന വാർഷിക ഉച്ചകോടിയാണ് അല്പസമയം മുമ്പ് ഗോവയിൽ നടന്നത്. ഇപ്പോൾ ഉച്ചകോടിയുടെ ഭാഗമായി 16 കരാറുകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്നു. പ്രതിരോധം, വാണിജ്യം, വ്യവസായം, ഊർജം, റെയിൽ മേഖലകളിലാണ് പ്രധാനമായും കരാറുകൾ ഒപ്പിട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിൽ ചിലത് ISROയും റഷ്യയും തമ്മിൽ GPS സംവിധാനങ്ങൾ പരസ്പരം ഉപയോഗിക്കുന്ന കരാർ ഒന്നാമത് ഒപ്പിട്ടു. അതിനുശേഷം KG-2260 മോഡൽ ഹെലികോപ്റ്ററുകൾ സംയുക്തമായി നിർമ്മിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനിച്ചിരിക്കുന്നു. ഇതിന്റെ കരാർ ഒപ്പിട്ടു. ഹരിയാനയിൽ സ്മാർട്ട് നഗരങ്ങൾ റഷ്യ നിർമ്മിക്കും. കൂടാതെ ആന്ധ്രാപ്രദേശിൽ റഷ്യയുടെ സഹായത്തോടുകൂടി കപ്പൽ നിർമ്മാണശാലയും നിലവിൽ വരും. ഊർജ സുരക്ഷയിലും ഒരുമിച്ച് നിൽക്കാനും ഇരുവരും തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ കൂടംകുളം ആണവ നിലയത്തിന്റെ പ്രവർത്തന പുരോഗതി ഈ യോഗത്തിൽ ചർച്ചയായി. 5ഉം 6ഉം യൂണിറ്റുകൾ പുതുതായി ഈ കൂടംകുളത്ത് നിർമ്മിക്കുന്ന സംബന്ധിച്ചുള്ള കരാറുകളും ഇപ്പോൾ ഒപ്പിട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്ത പ്രസ്താവന ഗോവയിൽ നിന്ന് നടത്തും. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി ബ്രിക്സ് ഉച്ചകോടി ആരംഭിക്കും. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് 12 മണിയോടുകൂടി ഇന്ത്യയിൽ എത്തുകയും ചെയ്തു. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന്. അഭിഭാഷകർക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടതി അഭിഭാഷകരുടെ സ്വകാര്യ സ്വത്തല്ലെന്നും ജുഡീഷ്യറിയുടെ അധികാരം അഭിഭാഷകർ എടുത്തണിയേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി. അതിരുവിട്ടാൽ സർക്കാർ ചെയ്യേണ്ടത് ചെയ്യുമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. മറ്റ് സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടെങ്കിലേ പത്രസ്വാതന്ത്ര്യവും ഉണ്ടാകൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അഭിഭാഷകരുടെ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അഭിഭാഷകർ കോടതികളുടെ അധികാരികളല്ല. ജുഡീഷ്യറിക്കുള്ള അധികാരം അഭിഭാഷകർ എടുത്തണിയേണ്ടെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അതിരുവിട്ടാൽ നിയമം പാലിക്കാൻ വേണ്ടത് സർക്കാർ ചെയ്യുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അഭിഭാഷകർക്കുള്ള താക്കീതായി. കോടതി തങ്ങളുടെ സ്വകാര്യ സ്വത്താണെന്ന ധാരണ അഭിഭാഷകർക്ക് ഉണ്ടാവാൻ പാടില്ല. കോടതിയിൽ ആര് കയറണം, ആര് കയറണ്ട എന്നൊക്കെ കൽപ്പിക്കാൻ അഭിഭാഷകൻ അധികാരിയല്ല. കോടതി ഈ രാജ്യത്തിൻ്റേതാണ് എന്ന് ഓർമ്മിക്കണം. ആഗോളവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമമേഖല കടുത്ത വെല്ലുവിളി നേരിടുകയാണ്. മറ്റു സ്വാതന്ത്ര്യങ്ങളില്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നിലനിൽപ്പില്ലെന്നും പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KV തോമസ് MP, MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വഞ്ചിയൂർ കോടതിയിൽ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചതിൽ 10 അഭിഭാഷകർക്കെതിരെ കേസെടുത്തു. ആനയറ ഷാജി, രതിൻ, സുഭാഷ്, അരുൺ P. നായർ, LR രാഹുൽ എന്നിവർക്കെതിരെയും കണ്ടാലറിയാവുന്ന അഭിഭാഷകർക്കുമെതിരെയാണ് കേസ്. സ്ത്രീകളെ അപമാനിച്ചതിനും ഇവർക്കെതിരെ കേസുണ്ട്. ആനക്കൊമ്പ് കേസിൽ നടൻ മോഹൻലാലിനും വനം മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമെതിരെ ത്വരിത പരിശോധന നടത്താൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ ആനക്കൊമ്പുകൾ വീട്ടിൽ സൂക്ഷിച്ചു എന്ന പരാതിയിലാണ് മോഹൻലാലിനെതിരെ അന്വേഷണം. മോഹൻലാലിനെതിരായ നിയമ നടപടി അട്ടിമറിച്ചുവെന്ന ആരോപണത്തിലാണ് മുൻമന്ത്രി തിരുവഞ്ചൂരിനെയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയത്. വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ വീട്ടിൽ ആനക്കൊമ്പ് സൂക്ഷിച്ചെന്ന പരാതിയിലാണ് അന്വേഷണം. നടൻ മോഹൻലാൽ, മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മോഹൻലാലിന് ആനക്കൊമ്പ് കൈമാറിയവർ ഉൾപ്പെടെ 4 പേർക്കെതിരെ ത്വരിതപരിശോധന നടത്താനാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. ഏലൂർ സ്വദേശി പൗലോ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ത്വരിതപരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. 2012-ൽ മോഹൻലാലിന്റെ വീട്ടിൽ പരിശോധന നടത്തിയ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ 4 ആനക്കൊമ്പുകൾ കണ്ടെത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ആനക്കൊമ്പുകൾ വനം വകുപ്പിന് കൈമാറിയെങ്കിലും നിസാര പിഴ ഈടാക്കി മോഹൻലാലിന് തന്നെ വിട്ടുകൊടുത്തു. മോഹൻലാലിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കാതിരുന്നത് സ്വജനപക്ഷപാതവും അഴിമതിയുമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. വനം മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. ഹർജി പരിഗണിച്ച കോടതി വിശദമായ വാദം കേട്ട ശേഷമാണ് ത്വരിത പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. ഡിസംബർ 16-നകം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നും വിജിലൻസ് ജഡ്ജി നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീപ്പിൾ ഇംപാക്ട്. ഹരിപ്പാട് മെഡിക്കൽ കോളേജിൽ വ്യാപക ക്രമക്കേടെന്ന് കണ്ടെത്തൽ. വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തു. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 1.74 കോടി രൂപയുടെ കൺസൾട്ടൻസി കരാർ സ്വകാര്യ കമ്പനിക്ക് നൽകിയതിൽ വ്യാപകമായ അഴിമതിയുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ സാഹചര്യത്തിലാണ് വിജിലൻസ് FIR ഇട്ട് കേസെടുത്തത്. സർക്കാരിന് ലാഭമുണ്ടാകുന്ന കുറഞ്ഞ ചെലവിൽ 2 കമ്പനികൾ കരാർ നൽകിയെങ്കിലും
ഹരിപ്പാട് MLA കൂടിയായ മുൻ ആഭ്യന്തരമന്ത്രി നേരിട്ടിടപെട്ടാണ് തന്റെ അടുപ്പക്കാർക്ക് കരാർ നൽകിയതെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഇതിലൂടെ കോടികളുടെ നഷ്ടം സർക്കാരിനുണ്ടായി. ഇതേ തുടർന്നാണ് വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ മറവിൽ വ്യാപകമായി അഴിമതി നടന്നു എന്ന പരാതിയെ തുടർന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. കേസന്വേഷണത്തിന്റെ ഭാഗമായി പരാതിക്കാരിൽ നിന്നും കരാറുകാരിൽ നിന്നും വിജിലൻസ് മൊഴിയെടുത്തു. ഈ മൊഴികളെല്ലാം തന്നെ മുൻ ആഭ്യന്തരമന്ത്രിക്കെതിരായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഇപ്പോൾ കേസെടുത്തത്. അന്വേഷണത്തിന്റെ ഭാഗമായി അടുത്ത ദിവസം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെയും വിജിലൻസ് ചോദ്യം ചെയ്യും. ആശുപത്രിയുടെ മറവിൽ സ്ഥലം ഏറ്റെടുത്തതിലും നിലവിലുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തി ആലപ്പുഴ മെഡിക്കൽ കോളേജിന് സമീപം തന്നെ സർക്കാർ ചെലവിൽ സ്വകാര്യ ആശുപത്രി പണിതതിന് പിന്നിലും വ്യാപക അഴിമതി നടന്നു എന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും ആരോപണമുണ്ട്. വരും ദിവസങ്ങളിൽ ഇത്തരം കേസുകൾ കൂടി വിജിലൻസ് അന്വേഷിക്കും. മുൻ ആഭ്യന്തരമന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ നിയമോപദേശം തേടുകയാണ് വിജിലൻസ് ഇപ്പോൾ. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് നിർമ്മാണം സദുദ്ദേശത്തോടെ അല്ല എന്ന് G. സുധാകരൻ. വ്യാപകമായി അഴിമതി നടന്നുവെന്നാണ് തനിക്ക് കിട്ടിയ പരാതിയിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നും സുധാകരൻ പറഞ്ഞു. എന്തായാലും ആ മെഡിക്കൽ കോളേജ് സൗദ്ദേശത്തോട് കൊണ്ടുവന്നല്ലോ, ഇത് നന്നാക്കണം, അതാണ് ദുരുദ്ദേശമായിരുന്നു. സംസ്ഥാനത്ത് ചൈനീസ് മുട്ടകൾ എന്ന പേരിൽ വ്യാജ മുട്ടകൾ കണ്ടെത്തിയെന്ന പ്രചാരണം തെറ്റാണെന്ന് പ്രാഥമിക നിഗമനം. വെറ്ററിനറി സർവകലാശാലയിലെ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ പൗൾട്രി സയൻസിലാണ് ഇത് സംബന്ധിച്ച പഠനം നടക്കുന്നത്. പിടിച്ചെടുത്ത മുട്ടകളുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിക്കും. എറണാകുളം ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മൂവാറ്റുപുഴയിൽ നിന്ന് പിടിച്ചെടുത്ത 24 മുട്ടകളാണ് മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിലെ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ പൗൾട്രി സയൻസിൽ പരിശോധിക്കുന്നത്. പ്രാഥമിക പരിശോധനയിൽ എത്തിച്ച മുട്ടകൾ മുഴുവൻ യഥാർത്ഥമാണെന്ന നിഗമനത്തിലാണ് അധികൃതർ എത്തിച്ചേരുന്നത്. സർവകലാശാല ക്യാമ്പസിൽ ഉൽപ്പാദിപ്പിച്ച മുട്ടകളുമായി ഇവയുടെ താരതമ്യ പഠനമാണ് നടക്കുന്നത്. ഇതുവരെയുള്ള പരിശോധന പ്രകാരം പിടിച്ചെടുത്ത മുട്ടകളിൽ ഭൗതിക രാസവ്യത്യാസങ്ങൾ കണ്ടെത്താനായില്ല. എത്തിച്ച മുട്ടകളിൽ ഏറിയ പങ്കും കാലപ്പഴക്കം ചെന്നവയാണെന്ന് സംശയമുണ്ട്. മഞ്ഞക്കരുവിന് കട്ടികൂടുന്നത് കാലപ്പഴക്കം മൂലമാകാം എന്നാണ് സൂചന. മുട്ടക്കോഴിയുടെ ഭക്ഷണക്രമവും മുട്ടയുടെ സ്വഭാവത്തിൽ നേരിയ മാറ്റം വരുത്തിയേക്കാമെന്നും അഭിപ്രായമുണ്ട്. വ്യാജമെന്നാരോപിച്ച് പിടിച്ചെടുത്ത മുട്ടയുടെ പുറന്തോട് കത്തിക്കുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ഗുണഗണങ്ങൾ കാണിക്കുമെന്നായിരുന്നു പ്രചരണം. പുറന്തോടിൽ കൃത്രിമമുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധനകൾ നടന്നുവരികയാണ്. ഉയർന്ന ഊഷ്മാവിൽ മുട്ടകൾ സൂക്ഷിക്കുമ്പോൾ തോടിന് കട്ടികൂടാമെന്ന വിദഗ്ധാഭിപ്രായമുണ്ട്. പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം അന്തിമ റിപ്പോർട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കൈമാറും. ഇടുക്കി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് സംശയത്തിന്റെ പേരിൽ പിടിച്ചെടുത്ത മുട്ടകളും അടുത്ത ദിവസം പരിശോധനയ്ക്ക് എത്തിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സോളാർ അഴിമതിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ പൊതുതാൽപര്യ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി ഫയലിൽ സ്വീകരിച്ചു. സരിത ഉമ്മൻചാണ്ടിക്ക് ഉൾപ്പെടെ പണം നൽകിയെന്ന് സോളാർ കമ്മീഷനിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഹർജിയിലെ ആവശ്യം. സമാന കേസിലെ ഹൈക്കോടതി തീരുമാനം അറിയിക്കാനും പ്രത്യേക വിജിലൻസ് കോടതി ഉത്തരവിട്ടു. കേസ് പരിഗണിക്കുന്നത് ഈ മാസം 28 മാറ്റി. കേരളത്തിലെ 123 വില്ലേജുകൾ പരിസ്ഥിതി ലോല മേഖലയാണ് എന്ന് കാട്ടിയുള്ള ഹൈക്കോടതിയിലെ സർക്കാർ സത്യവാങ്മൂലം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് ഇടുക്കിയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഹർത്താൽ പുരോഗമിക്കുന്നു. ലെസ്ലി ജോൺ ഇടുക്കിയിൽ നിന്ന്. ലെസ്ലി, വിശദാംശങ്ങൾ. ജില്ലയിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താലിനോട് ജനങ്ങൾ സമ്മിശ്രമായാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണഗതിയിൽ തന്നെ കാര്യങ്ങൾ ഉണ്ടാകുന്നു. കടകൾ തുറന്നു പ്രവർത്തിക്കുന്നു. ചെറിയ വാഹനങ്ങൾ, ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ സജീവമായി തന്നെ നിരത്തിലുണ്ട്. സ്വകാര്യ ബസ്സുകൾ മാത്രമാണ് ജില്ലയിൽ പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലേക്ക് മാറിയിട്ടുള്ളത്. മാർക്കറ്റുകളും മറ്റും സജീവമായി തന്നെ തുടരുന്നു. KSRTC ജില്ലയ്ക്ക് വെളിയിലേക്കുള്ള എല്ലാ സർവീസുകളും സാധാരണ എന്ന പോലെ തന്നെ നടക്കുന്നു. എറണാകുളത്ത് നിന്നും തൊടുപുഴ വഴിയും ഇടുക്കി വഴിയും കട്ടപ്പന വഴിയുമുള്ള എല്ലാ സർവീസുകളും KSRTC സാധാരണഗതിയിൽ തന്നെ നടക്കുന്നു. എന്നാൽ നഗരപ്രദേശങ്ങളിലെ കടയും മറ്റും അടഞ്ഞു കിടക്കുകയാണ്. ഹോട്ടലുകളൊന്നും തന്നെ തുറന്നിട്ടില്ല. ചില ക്യാന്റീനുകൾ ഒഴിച്ചാൽ ഭക്ഷണ സാധനങ്ങൾക്ക് യാത്രക്കാർക്കും ജനങ്ങൾക്കും ആശ്രയിക്കാവുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. സംഘർഷ മേഖല ഉണ്ടാകും. സംഘർഷ ബാധ്യത ഉള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പോലീസിനെ പിക്കറ്റിംഗിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും KSRTC സർവീസുകളടക്കം സാധാരണഗതിയിലേക്ക് ജനജീവിതം പോകും. ഇന്ത്യ സംയുക്ത കരാർ ഒപ്പിട്ടതിന് ശേഷം ഇപ്പോൾ ഇരു രാഷ്ട്രതലവന്മാരും സംയുക്ത പ്രസ്താവന നടത്തുന്നു. A partnership that befits our common ambition and meets our shared goals for the 21st century. Our close friendship has given clear direction, fresh impulse, stronger momentum and rich connect
to our ties. In the emerging regional and global landscape, it has been a source of strength and substance, a driver of peace and a factor of stability. As one would say it in Russian, Indiai Russia ruka, ab rukuva svetloe videshviya. India and Russia together to a bright future. Thank you. Thank you very much. Thank you. May I now invite His Excellency Mr. Vladimir Putin, President of the Russian Federation, to deliver his press remarks. Уважаемый господин премьер-министр, Honorable дамы и Prime господа, Minister, дорогие ladies друзья. and gentlemen, dear friends, Прежде всего хочу first and поздравить foremost, наших I would like индийских to друзей с началом congratulate our полноценной friends работы with второго the second reactor энергоблока unit of атомной электростанции Kudankulam nuclear Kudankulam. power station reaching its full capacity, and of course with the launching of the construction works in the third and the fourth reactor units of the nuclear power plant. Самым современным Being built using the most modern Russian technologies with participation of our specialists, this nuclear power plant will be a very significant contribution to energy security of India and increasing of its energy efficiency. This nuclear power plant would also improve the access of the citizens and industry to reliable and secure electric power. Therefore, additional impetus. Россия будет и дальше оказывать всемирное содействие индийским коллегам в развитии ядерной энергетики. Ведется работа. UDF ഹർത്താലിനെതിരെ ഇൻഫാം രംഗത്ത് പരിസ്ഥിതി ലോലം സംബന്ധിച്ച വസ്തുതകൾ വളച്ചൊടിച്ചും ദുർവ്യാഖ്യാനം ചെയ്തും രാഷ്ട്രീയ നേട്ടത്തിനായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കുന്നത് തെറ്റായ നടപടിയാണെന്നും ക്വാറി ഖനന മാഫിയകളുടെ സംരക്ഷകരാകാൻ കർഷകരടക്കമുള്ള ജനസമൂഹത്തെ കിട്ടില്ലെന്നും ഇൻഫാം ദേശീയ ജനറൽ ഷെവലിയർ VC സെബാസ്റ്റ്യൻ വ്യക്തമാക്കി. ഭരണത്തിൽ ഇരുന്നപ്പോൾ പരിസ്ഥിതി ലോല വിഷയത്തിൽ നിശബ്ദ നിലപാടുകളോട് ജനങ്ങളുടെ നടുവൊടിച്ചിട്ടും വിഷയം ഇപ്പോൾ കൂടുതൽ സങ്കീർണമാക്കാനുള്ള നീക്കം ജനദ്രോഹ നടപടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ മന്ത്രിയുടെ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വവും LDFും തീരുമാനമെടുക്കുമെന്ന് MA ബേബി. അടുത്ത മാസം ചേരുന്ന പൊളിറ്റ് ബ്യൂറോയിലും ഡിസംബറിൽ ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിലും വിഷയം ചർച്ച ചെയ്യുമെന്നും MA ബേബി പറഞ്ഞു. 46ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പാലക്കാട് നടക്കുന്ന ചടങ്ങിൽ ഇന്ന് മുഖ്യമന്ത്രി വിതരണം ചെയ്യും. പുരസ്കാരം വിതരണത്തോടനുബന്ധിച്ച് സിനിമാ രംഗത്തെ പ്രമുഖർ അണിനിരക്കുന്ന കലാവിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് 5 മണിയോടെ പാലക്കാടൻ കലകളുടെ അവതരണത്തോടെയാണ് അവാർഡ് വിതരണ ചടങ്ങിന് തുടക്കമാവുക. തുടർന്ന് തിരുവനന്തപുരം സമുദ്രയും ഫിറോസ് ഖാനും സംഘവും ചേർന്നൊരുക്കുന്ന സംഗീത നൃത്തശില്പം വേദിയിലെത്തും. ലോക സംഗീതത്തിന്റെ നാൾവഴി വീഴ്ചോതുന്ന ഹെവൻ ടു എർത്ത് രമേശ് നാരായണനും പ്രമോദ് പയ്യന്നൂരും ചേർന്നാണ് ആവിഷ്കരിച്ചത്. രമേശ് നാരായണൻ സാറ് ഈ മ്യൂസിക്കിനെയൊക്കെ നമ്മുടെ ലോക ചലച്ചിത്ര വേദിയിലെ ബാക്ക് മ്യൂസിക്കിൽ നിന്ന് തുടങ്ങി ബിഥോവനെ പോലുള്ള ഗ്രേറ്റ് മ്യൂസിഷ്യന്മാരിൽ നിന്ന് തുടങ്ങി പിന്നെ സൈഗാളിലേക്ക് വന്ന് ത്യാഗരാജ ഭാഗവതരിലേക്ക് വന്ന് പിന്നെ സ്വാതി തിരുനാളിലേക്ക് വന്ന് പിന്നീട് നമ്മുടെ മലയാളത്തിൻ്റെ ഗാന സംസ്കൃതിയിലേക്ക് വരുന്നതിൻ്റെ ഇവല്യൂഷനാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. അതിന് വളരെ മനോഹരമായിട്ട് സമുദ്രയിലെ ടീം അംഗങ്ങളും അതുപോലെ തന്നെ ഫിറോസ് ഖാൻ്റെ നേതൃത്വത്തിലുള്ള നൃത്തസംഘവും ഒക്കെ ഒത്തുചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം സംവിധായകൻ KG ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഏറ്റുവാങ്ങും. മലയാള സിനിമാ രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കും. ഗോൾഡൻ റീൽ പുരസ്കാരം നേടിയ റസൂൽ പൂക്കുട്ടിയും ആദരമേറ്റുവാങ്ങും. ദുൽഖർ സൽമാൻ, പാർവതി എന്നിവരടക്കം 48 പേരാണ് അവാർഡ് ഏറ്റുവാങ്ങുക. ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ അണിനിരക്കുന്ന നൃത്ത സംഗീത പരിപാടിയും കോമഡി ഷോയും അവാർഡ് വിതരണത്തിന് ശേഷം വേദിയിലെത്തും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുഞ്ചകൃഷിക്കായി നിലം തയ്യാറാക്കുകയാണ് അപ്പർ കുട്ടനാട് മേഖലയിലെ കർഷകർ. കൃഷിക്ക് ആവശ്യമായി വളത്തിനുള്ള സബ്സിഡി മാത്രമാണ് സർക്കാരിൽ നിന്നും ഇവർക്ക് കിട്ടുന്ന സഹായം. ഇത്തവണ പുതിയ സർക്കാർ കൂടുതൽ തുക പുഞ്ചകൃഷിക്കായി അനുവദിക്കും എന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കുട്ടനാടിലെ പാടങ്ങളിൽ വർഷത്തിൽ 2 തവണ വിത്തിറക്കി കൊയ്തെടുക്കുമ്പോൾ
അപ്പർ കുട്ടനാട്ടിൽ വർഷത്തിൽ ഒരു തവണ മാത്രമാണ് കൃഷി ഇറക്കുക പതിവ്. വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്നാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതും. മോട്ടോറുകൾ ഉപയോഗിച്ച് പാടത്തെ വെള്ളം വറ്റിച്ചാണ് നിലം ഉണക്കുന്നത്. തുടർന്നാണ് കൃഷി ഇറക്കുന്നതും. പാടശേഖരങ്ങളിലെ വെള്ളം വറ്റിക്കുന്നതിന് മോട്ടോർ ഉപയോഗിക്കാൻ വൈദ്യുതിയും വിത്തിറക്കുന്നതിനുമൊക്കെയായി സർക്കാർ സബ്സിഡി കൃഷിക്കാർക്ക് നൽകാറുണ്ട്. എന്നാൽ 2014 മുതലുള്ള സബ്സിഡി ഇപ്പോഴും പൂർണ്ണമായും വിതരണം ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഒരേക്കർ സ്ഥലം കൃഷി ചെയ്യണമെങ്കിൽ ഒരു 30,000-ൽ കൂടുതൽ പൈസ ചെലവാകും. സർക്കാർ കൊടുക്കുന്ന ഹാൻഡിലിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സർക്കാർ നെല്ല് എടുക്കാൻ തുടങ്ങിയ കാലം തൊട്ടേ 12 രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഈ 12 വർഷമായിട്ടും ആ 12 തന്നെ നിൽക്കുക, കൂട്ടുകയല്ലാതെ ഒന്നും കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ സർക്കാർ നെല്ല് വില കൂട്ടി തന്നില്ലെങ്കിൽ കൃഷിക്കാരാകപ്പാടെ പൊട്ടി പാളിശാകും. കെട്ടുതാലി വരെ പറിച്ച് പണയം വെച്ചാണ് ഈ കൃഷി ചെയ്യുന്നത്. കർഷകരിൽ നിന്നും പാടശേഖര സമിതി പണം പിരിച്ച് കുടിശ്ശിക തീർത്തു നൽകിയാൽ മാത്രമേ പുഞ്ചകൃഷിയിലെ വെള്ളം വറ്റിക്കുന്നതിന് ആവശ്യമായ വൈദ്യുതി ഉദ്യോഗസ്ഥർ നൽകുകയുള്ളൂ. അപ്പർ കുട്ടനാടിന് പുറമെ സംസ്ഥാനത്താകെയുള്ള പാടശേഖരങ്ങളിലും സബ്സിഡി കുടിശ്ശിക തീർത്തു നൽകിയിട്ടില്ല. പുഞ്ചകൃഷി മികച്ചതാക്കാൻ ആവശ്യമായ സർക്കാർ സഹായത്തിനായി കാത്തിരിക്കുകയാണ് അപ്പർ കുട്ടനാട് മേഖലയിലെ നെൽകർഷകർ. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മുസ്ലിം ലീഗ് അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം ചേരും. ഏക സിവിൽ കോഡ് വിഷയം യോഗം ചർച്ച ചെയ്യും. നിയമസഭ നിരന്തരമായി സ്തംഭിപ്പിക്കുന്നതിനോടും ജനകീയ വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലും ലീഗിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. തീവ്രവാദത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ കോൺഗ്രസ് ശക്തമായ നിലപാടെടുക്കാത്തതും ലീഗിൽ അതൃപ്തി ഉണ്ടാക്കുന്നു. ഇതെല്ലാം യോഗത്തിൽ ചർച്ചയാകും.